ഞങ്ങൾ തന്നെ കോട്ടയം വരെ പോവാണ് കേട്ടോ. എടാ നമ്മളിന്ന് പോകുന്നത് വിക്ടറിനകത്താണ് കേട്ടോ. വിക്ടറയിലാണ് പോകുന്നത്, വിക്ടർ. അപ്പം വിക്ടർ പോവുകയാണെന്നുണ്ട് 100 രൂപയ്ക്ക് ഓട്ടോ അടിച്ചാൽ മതി. അവിടെ ഡൊമിനാറുമായിട്ട് പോകണമെങ്കിൽ തണലോർത്തോ? അതെവിടാ അച്ഛൻ എന്നാ പറഞ്ഞു? തണലോർത്ത് പോകുന്നതാണ്. അപ്പം ഞങ്ങൾ കോട്ടയം വരെ പോകേണ്ട ആവശ്യമുണ്ട്. കോട്ടയം പോവുക. അപ്പം ഈ വണ്ടിക്ക് പോവുകയാണെങ്കിൽ 100 രൂപയ്ക്ക് അടിച്ചാൽ മതി. അപ്പം മറ്റേതിന് പോവുകയാണെങ്കിൽ 100-300 രൂപയ്ക്ക് അടിക്കണം. അപ്പോൾ എന്തായാലും കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് കണ്ടുവരാം. ഓക്കെ. ഇത് നമ്മുടെ കോട്ടയം നാഗമ്പടമാണ് കേട്ടോ. നാഗമ്പടം അക്ഷരനഗരി എന്നറിയപ്പെടുന്ന കോട്ടയമാണ് കേട്ടോ. ഈ കാണുന്ന റൗണ്ടാനയ്ക്ക് ചുറ്റും കണ്ടോ അക്ഷരങ്ങൾ കൊണ്ട് പേര് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതാണ് സംഭവം, കോട്ടയം. നേരെ കാണുന്നത് നമ്മുടെ നാഗമ്പടം പാലമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നാഗമ്പടം പാലം. വളരെ പ്രശസ്തമായ നാഗമ്പടം പാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പഴയ പാലമൊക്കെ പൊളിക്കുന്ന കേസുകെട്ടൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അത് പൊളിക്കാൻ കുറച്ച് പാടുപെട്ടതാണ് പാലം. അപ്പോൾ അതാണ് നാഗമ്പടം പാലം കേട്ടോ. ഇതിൻ്റെ താഴെ കൂടെ ഒഴുകുന്നതാണ് മീനച്ചിലാറ്. നമ്മൾ വന്ന കാര്യം കഴിഞ്ഞു കേട്ടോ. പോട്ടെ. ഡക്കാത്തോണിലോ? ഡക്കാത്തോണി ഇവിടുന്ന് ഒത്തിരി പോകണം. ആ കുഴപ്പമില്ല. ആര് പറഞ്ഞു? ആ ഇവിടേക്ക് നമ്മുടെ ഹെൽമെറ്റ് ഇന്നലെ നമ്മുടെ ഒരു അനുചാരി കൊണ്ടുപോയതാണ്. പക്ഷെ അവനത് മഴയത്ത് വെച്ച് മൊത്തം നനച്ചതാണ്. അതാണെങ്കിൽ ഞാൻ തുറന്നിട്ടേക്ക്. ഞങ്ങൾ വന്ന കാര്യം കഴിഞ്ഞു കേട്ടോ. ചെറിയ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. ഒരു സാധനം കൊടുക്കാണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി തിരുത്തി വെച്ചാൽ പോകുന്നത്. അത് കാരണം ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അല്ലാടാ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാം. ആ ഡെക്കാത്തോണിലൊന്നും കയറുന്നില്ല. ഇവിടെ പോയേക്കാം. ഭയങ്കര വെയിലാട്ടോ. എപ്പം വീട്ടിൽ ചെല്ലാനല്ലേ? നമുക്ക് ഡോമിനാറായിരുന്നേ ഇപ്പുറത്തൂടെ പോയി. ഇപ്പുറത്ത് ഡോമിനാറായിരുന്നേ പെട്ടെന്ന് വീട്ടിൽ ചെല്ലാനും അല്ലേ? ഡോമിനാർ എടുത്താലുണ്ടല്ലോ ഒന്നാമത്തെ കാര്യം ഒത്തിരി പെട്രോൾ അടിക്കണം അതിനകത്ത്. ഇതിനകത്ത് 150 രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചെല്ലും. 150 രൂപയ്ക്ക് അടിച്ചാൽ മതി. പിന്നെ ഭയങ്കര കുലുക്കമായിരിക്കും വണ്ടി. ഒരു കട്ടറൊക്കെ ചാടിയാൽ ഭയങ്കര കുലുക്കമായിരിക്കും. ഇതാകുമ്പോൾ ഇച്ചിരി ഇങ്ങനെയല്ലേ പോകുന്നത്. ബോട്ട് യാത്രയൊക്കെ ചെയ്യണ പൈസ കൊടുക്കണം. 10-60 രൂപ ബോട്ട് യാത്രയ്ക്ക്. അത് കഴിഞ്ഞ് ഇപ്പം ചാർജ് കൂടി കാണും. പോക്കോ, നേരെ പിടിച്ചോണ്ട് പോക്കോ. പത്രം പറഞ്ഞു പിടിച്ചോ. പോക്കോ, നേരെ പിടിക്കരുത്. നേരെ ഇങ്ങനെ പിടിക്കും. നേരെ ഫ്രണ്ടിലോട്ട്. ഋതു ക്യാമറ ആയിട്ട് പോകുന്നുണ്ടോ? ആ ഋതു ക്യാമറയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആ ഉറക്കപ്പറ. ഇതാണ് നമ്മുടെ ഉക്കുപാലം. ഇവിടെ ഇച്ചിരി തണലുണ്ട്. ഇങ്ങോട്ട് കയറി കഴിയുമ്പോഴും കാണിച്ചു തരാം. ഇതുകൊണ്ട് ഭയങ്കര വെയിലാണ്. അവിടെ നമ്മുടെ തണലാരുണ്ട്. ഇവിടാണ് നമ്മൾ ഇന്നാള് അവിടം വരെ ബോട്ടും കൊണ്ട് വന്നായിരുന്നു. ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഇന്നാള് വന്നപ്പോ അവിടെ നല്ല ഒഴുക്കായിരുന്നു. അവിടെ ഒരു വള്ളം കിടക്കുന്നു. വള്ളം ഉണ്ടോ?
ഒഴുക്കേ ഇല്ല കേട്ടോ, ഒഴുക്കേ ഇല്ല. അല്ല, നമ്മൾ ഇന്നാളെ ചെന്നപ്പോ നിങ്ങൾ പറ അവിടെ ചെല്ലുമ്പോ ടിക്കറ്റ് എടുക്കണോ വേണ്ടേന്ന്. നമ്മൾ ഇന്നാളെ ചെന്ന് കയറിപ്പോ ചുമ്മാ കയറി കൊടുക്കാറ്, ടിക്കറ്റ് ഒന്നും കൊടുക്കുക പോലും വേണ്ട. പാലം മുലുകുന്നു, ഇങ്ങോട്ട് തിരിച്ചു പോയി. അതാദ്യം പേടിയാ. ഓ അതൊക്കെ പോ, നമുക്ക് അവിടെ നിന്നോട് പറഞ്ഞാൽ മതി. അവിടെ കുറച്ച് മീൻപിടുത്തക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ മീൻ പിടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഷെഡ് ഉണ്ടാക്കിയിട്ടേക്കുന്നതാണ് അവിടെ കണ്ടോ. അവിടെ നിന്ന് മറ്റേ ചൂണ്ടയൊക്കെ അവിടെ ഇരിക്കും. നമുക്കൊരു ചൂണ്ട മേടിച്ചാലോ? ഇവിടൊക്കെ കൊണ്ട് ചൂണ്ട ഇട്ടാൽ മീനെ കിട്ടും. നമുക്ക് ചൂണ്ട മേടിക്കാതെ. ഇപ്പോഴല്ലെന്ന്, പിന്നെ പിന്നെ ഇപ്പോഴാണോ? പിന്നെ നമ്മുടെ വിക്ടർ ചെരിഞ്ഞിരിക്കുന്നുണ്ടോ നോക്കി. സെൻട്രൽ സ്റ്റാൻഡ് വെച്ചിട്ട് പോയത്, ഒരു സ്റ്റാൻഡല്ലേ ഇരിക്കുന്നത്. അത് പിടിക്കുന്ന ഇഷ്ടപ്പെട്ടോ? അതാനം പറയാനൊക്കെ ഇഷ്ടപ്പെട്ടോ? അത്രയും നീളത്തിൽ അത് പിടിച്ചാലേ കുഞ്ഞാനെ കിട്ടത്തുള്ളൂ. ഇതിനകത്ത് ഇതിങ്ങനെ നീട്ടി പിടിച്ചാൽ ഞാൻ മുമ്പ് കാണിച്ചോലേ, അതുകൊണ്ട് അത്രയും നീട്ടി പിടിച്ചാലേ കിട്ടത്തുള്ളൂ. പക്ഷേ വെയിറ്റ് അല്ലേ, കുഞ്ഞാക്കി പറ്റത്തില്ല. ഇത് വെയിറ്റ് ഉണ്ട്, ഈ സാധനത്തിന് വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇച്ചിരി ആക്കിയാൽ കുഞ്ഞാനെ കിട്ടത്തില്ല. കുഞ്ഞാനെ കിട്ടും, പക്ഷെ ഇങ്ങനെ തുമ്പിനെ പോലെ ഇങ്ങനെ ഇരിക്കും. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലട്ടെ, പോം. ഓഫാക്കാം. നമ്മുടെ ഹെൽമെറ്റ് നനഞ്ഞിരിക്കും കേട്ടോ. ഇന്നലെ മഴയത്താവാൻ വെച്ചത്, നമ്മുടെ ഒരു അനിച്ചാറയിലായിരുന്നത്. അപ്പം ഞാൻ രാവിലെ അവൻ്റെ പോയി മേടിച്ചാൽ, പക്ഷേ അവരത് സിറ്റൗട്ടിലെങ്ങാണ്ട് വെച്ചാന്ന് പറയാം. സിറ്റൗട്ടിൽ വെച്ചപ്പം മഴ പെയ്തപ്പം ഇതിൻ്റെ അടിഭാഗമില്ല, ഈ ഇത്രയും ഭാഗം ഇങ്ങനെ നനഞ്ഞിരിക്കും കേട്ടോ. ഇപ്പോൾ അത് ഉണങ്ങി കേട്ടോ. ഞാനത് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് പോയെ. തണലടുത്ത് പോയിക്കൊണ്ടിരിക്കണേ. ഈ സ്റ്റെപ്പായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്നാള് വന്നപ്പം വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ച. ഋതു തന്നെ വ്ലോഗ് ചെയ്ത് പോകുന്നുണ്ടോ? നമ്മളങ്ങനെ തണലോരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കോട്ടയത്തുള്ള തണലോരം. അവിടെ ആരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. എവിടെ പോവാ? അങ്ങോട്ടല്ല, ഇങ്ങോട്ട് വാ. വാ ഇങ്ങോട്ട് വാ, നേരെ അങ്ങോട്ട് പോട്ടെ. ഇവിടെ 2 ഊഞ്ഞാല കെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവോ? കാണാവോ? കണ്ടവളുണ്ട്. മരത്തിന്റെ ചോട്ടിലൊക്കെ കൊണ്ട് ഊഞ്ഞാല കെട്ടിട്ട് പിന്നെ മരത്തിനകത്തല്ല, പിന്നെ എവിടെ കിട്ടാനോ? വേറെ എവിടെയെങ്കിലും കിട്ടും. ഇടുക്കിക്ക് പോയി കഴിഞ്ഞ ദിവസം നമ്മളൊരു മലയാളം മോളിൽ പോയിരുന്നില്ലേ? ഓ, നമ്മൾ അച്ഛനും അമ്മയും പെണ്ണും നീ കൂടി. അതുപോലെ ഏതെങ്കിലും മലയാളം മോളിൽ പോയിരുന്നിട്ട് വരാം. ഓക്കെ, അതുകൊണ്ട് ഇപ്പം വഴക്ക് പിടിക്കരുത്. ഭയങ്കര ഇരുട്ടല്ലേ ഇതിനകത്തോട്ട് കയറിയിട്ടല്ലേ? രാത്രി കായ പോലാണ് പ്രധാനം അവർക്ക്. കുഞ്ഞാല് തപ്പാനൊന്നുമില്ല, അവിടുത്തെ മരത്തരൊക്കെ ഇരിക്കാനൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. വേണ്ടാ പിന്നെ എന്നത്തിനാ എങ്ങോട്ട്? കാട്ടിലോട്ട് പോവാം. അച്ചാച്ചാ ക്യാമറ ഒന്ന് പിടിച്ചേ. ഊഞ്ഞാലെ കയറാൻ പോയതാണോ? ആ ഊഞ്ഞാലെ കയറാൻ പോയാണോ? അതിപ്പോ തന്നെ ആണായിരിക്കില്ല അതിനകത്ത്. ആല് പൊക്കിപ്പൊടി ഇതാണ് ഇങ്ങനെ പോകുന്നത് ഊഞ്ഞാല്.
പോയാലോ, നമുക്ക് പോയാലോ? ഓക്കെ, നേരെ പിടിച്ചു, നീട്ടി പിടിച്ചോ. ആ, ഓട്ടം കൊടുക്കും. എന്നാലും പറഞ്ഞു പോകും. ഇനി നമുക്ക് 4 മണിക്കാറ്റിൽ പോവാം. 4 മണിക്കാറ്റ് എവിടെയാണെന്ന് അറിയാവോ? നമ്മൾ ഇവിടുന്ന് തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് തന്നെ, വഴി സൈഡിൽ തന്നെയാണ് 4 മണിക്കാറ്റ്. അവിടെ ആകുമ്പോ പൈസയും കൊടുക്കണ്ടൊന്നും അവിടെ ആകുമ്പോൾ ഒരു പൈസയും കൊടുക്കണം, നമുക്ക് അവിടെ പോയി ചുമ്മാ കയറിയാ മതി. ആ പിന്നല്ല, നീട്ടി പിടിക്കാതെ. എടാ ഇതിനാ പറഞ്ഞത് വല്ലതും കഴിക്കണമെന്ന്. ഈ ഒരു വക കഴിക്കത്തില്ലാത്തതുകൊണ്ടാണ് നിനക്ക് ആരോഗ്യമില്ലാത്തത്, മനസ്സിലായോ? അത് ചില നേരം പൊക്കിപ്പോ തന്നെ കൈ കഴിക്കുന്നില്ലേ? എന്നത് ഇതിങ്ങനെ താത്ത പിടിക്കേണ്ടത്, ഞാന് ഇതിങ്ങനെ പൊക്കുന്നുണ്ട്, അതാണ് ഇപ്പൊ പ്രശ്നം. എനിക്ക് പൊക്കുന്ന ശക്തി ഉള്ളതുകൊണ്ടാ. ആ പിന്നെ ഭയങ്കര ശക്തിയാ, ശക്തി കാരണം ഇപ്പം ക്യാമറ താഴ്ത്ത് പോവാ. നമുക്ക് 4 മണിക്കാറ്റ് ചെന്നിട്ട് ചായ കുടിക്കാം. ഓക്കെ, ചായ 4 മണിക്കാറ്റ് ചായ ഉണ്ടല്ലോ, ചായ കിട്ടുമോ? എന്റെ ഒരു നരക്കത്തിനില്ലേ അച്ചാച്ചേ, 1 മാസം എന്റെ കുണ്ടി പോയിരിക്കും. കുണ്ടി പോയോ? നിരങ്ങി? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിരങ്ങുമ്പോ പോകുമ്പോ നിരങ്ങണ്ട. ഇത് പിന്നെ പാന്റ് ആയിരുന്നു കുഴപ്പമില്ല, അത് അന്ന് ഞാൻ നിക്കറിട്ടെ. ആണോ? അന്ന് ഞാൻ കുഞ്ഞായിരുന്നു, സനിഷപ്പാപ്പിന്റെ കൂടെ. എന്നാ ചെന്നാ നിരങ്ങണ്ട കേട്ടോ. വേണം വേണ്ട വേണ്ട, വേണം, നേരെ പിടി. ഇപ്പൊ പിടിക്കാ, നേരെ പിടി. അവിടെ ചെന്ന് നിരങ്ങണ്ട കേട്ടോ, നിരങ്ങി ഞാൻ കുണ്ടി പോകും. ഇല്ല, ഇപ്പൊ ഞാൻ പാന്റ് ഇട്ടിട്ടുണ്ട്. അന്ന് ഞാൻ നിക്കറായിരുന്നു. അന്ന് ഞാൻ നിക്കറായിരുന്നു, ഇപ്പൊ ഞാൻ പാന്റ് ഇട്ടിട്ടുണ്ട്. നിക്കറായാലും പാന്റായാലും കുണ്ടി പോകും. ഇല്ല പോകുന്നേ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പോവും. ഇല്ല, അവിടെ നമുക്ക് ഊഞ്ഞാലേ കാണും. ഈ സംഘം നമ്മൾ വേണ്ട 4 മണിക്കാറ്റിൽ എത്തിയിട്ടുണ്ട്. 4 മണിക്കാറ്റിൽ കേട്ടോ, 4 മണിക്കാറ്റാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. പക്ഷെ 4 മണിക്കേ ഉള്ളു കടകളൊക്കെ. എടുക്കാം. ചേച്ചി ഇവിടെ കടകളൊക്കെ ഉണ്ട്, അതുണ്ട്. ഈ 4 മണിക്കാറ്റിൻ്റെ അങ്ങ് മുതൽ അങ്ങേയറ്റം വരെ, ഒരു സൈഡിൽ നിന്ന് അങ്ങേയറ്റം വരെ ഉണ്ടല്ലോ, ഫുള്ള് കടകളാണ് കേട്ടോ. പക്ഷേ അത് 4 മണിക്ക് കഴിഞ്ഞിട്ടേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. സന്ധ്യ സമയത്തൊക്കെയാണ് കൂടുതലും, ഈവനിങ് ടൈമിലാണ് കൂടുതലും കടകൾ. ഇപ്പോൾ കടകളെല്ലാം അടച്ചിട്ടേക്കും ആകെ. നമ്മൾ എന്നാ ചെയ്യുക? വെള്ളം കുടിക്കണ്ടേ? വെള്ളം നിരങ്ങുന്ന വീഡിയോ എടുക്കാനോ? ഋതുവിന് ഇതിനകത്ത് കയറാൻ വേണ്ടിയാണ് മെയിനായിട്ടല്ലേ? ഈ ഒരു സാധനം പ്രതീക്ഷിച്ചാണ് ധൃതി വെച്ച് ഇങ്ങോട്ട് വന്നത് കേട്ടോ. നല്ല പാൻറ്റാ, പാൻറ്റിൻ്റെ മൂടൊന്ന് കാണിച്ച്. ഈ പാൻറ്റിൻ്റെ മൂട് ഇപ്പം കണ്ടോ? ഇപ്പം തന്നെ ചെളിയായി. ഇനി അതിനകത്ത് പോയിട്ട് മൊത്തം ചെളിയാവും. അത് മൊത്തം ചെളിയാവുന്നു. അതിനകത്തോടെ കയറിയാ ഫോണ് താഴെ പോലെ. അതിനെക്കൂടെ കയറുന്നു, വീഴും. അവിടെ വീഴുമെന്ന് പുറകോട്ട് വീഴുമെന്ന്. വീഴും കിടന്നേക്ക്. പോ, അതിനെക്കൂടെ പോകും. അഭ്യാസം ഒന്ന് കാണിക്കണം, നേരെ ഇരുന്ന് പോന്നാ മതി. ഇവിടെ കടകളെല്ലാം ഉണ്ട്, പക്ഷെ ഒറ്റ കടകൾ തുറന്നിട്ടില്ല കേട്ടോ. ഇതുണ്ട് അങ്ങ് വരെ കടയാണ്, നിരന്ന് കടയാണ്, കാണാമോ? ഇതുണ്ട് അങ്ങ് വരെ കടയാണ്, പക്ഷെ ഒറ്റ കട തുറന്നിട്ടില്ല. വൈകുന്നേരം കടകളൊക്കെ ആയി വരുമ്പോൾ, വൈകുന്നേരം ഇവിടെ ഭയങ്കര തിരക്കുമായിരിക്കും കേട്ടോ. വൈകുന്നേരം ഇവിടെ ഒന്നും വന്ന് നിൽക്കാനൊന്നും സ്ഥലം പോലും കിട്ടത്തില്ല, അതുപോലെ തിരക്കും വണ്ടിയായിരിക്കും. ഭയങ്കര ബ്ലോക്കായിരിക്കും ഇവിടെയൊക്കെ. ബ്ലോക്കെന്ന് പറയാൻ ഒക്കത്തില്ല, ഭയങ്കര തിരക്കായിരിക്കും. റോഡിൻ്റെ 2 സൈഡിലും മുഴുവനും കാറുകളും വണ്ടികളും ആയിരിക്കും മുഴുവനും. ഈ സമയത്ത് തീരെ ആൾ കുറവാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും വെയിലത്ത് ഇവിടെ നല്ല സുഖമുണ്ട് ഇവിടെ നിൽക്കാൻ കേട്ടോ. ഈ മരങ്ങളൊക്കെ ഈ 4 മണിക്കാറ്റ് തുടങ്ങിയ സമയത്ത് വെച്ച ചെറിയ തൈമരമായിട്ട് കൊണ്ട് വെച്ച മരങ്ങളാണ്. ഇതെല്ലാം നല്ല വലുതായി. അപ്പോൾ എന്തായാലും നല്ല തണലായിട്ടുണ്ട് ഇവിടെ. കണ്ടോ, അങ്ങ് വരെ നല്ല തണലാണ്. ഋതു തകർക്കും കേട്ടോ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ്.